നമുക്ക് വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദമുറി ബോധം കെട്ട് കിടക്കുക, ചുറ്റും അഗ്നി എരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതേ സമയത്ത് മാഷ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. കുറച്ച് വെള്ളം കുടിക്കാൻ മാഷിന് തോന്നി. അങ്ങനെ എഴുന്നേറ്റ് വെള്ളം കുടിക്കാമെന്ന് കരുതി ജഗ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒരു വല്ലാത്തൊരു തീയും പുകയൊക്കെ മാഷ് കണ്ട ജനലിൽ കൂടെ കാണുന്നേ. പെട്ടെന്ന് മാഷ് അങ്ങ് നോക്കി, എന്തൊക്കെയോ പൊട്ടുന്ന ശബ്ദങ്ങൾ കേൾക്കണു. ആ സമയം കമലയും ചാടി എഴുന്നേറ്റു. എന്താ മാഷെ, എന്താ കാര്യം? മാഷ് പുറത്തേക്ക് ഓടി വന്നു. അത് കാഴ്ച കണ്ടപ്പത്തേനും മാഷ് ഞെട്ടിപ്പോയി. വിക്രം താമസിക്കുന്ന പത്തായപ്പുരം ഒന്ന് കത്തുന്നു. കമല ഓടി വന്നിട്ട് ഈ കാഴ്ച കണ്ട കമല കിടന്നു അലറി വിളിക്കുക, മാഷെ എൻ്റെ മക്കള് വേദയും വിക്രവും, അവർക്ക് എന്തേലും സംഭവിക്കും മാഷെ. പിന്നീട് അലറി വിളിച്ചു, വിക്രം വേദ എന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുക. പക്ഷെ അകത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ല. അതേസമയം മാഷ് പറഞ്ഞു, ദേ വിശ്വത്തിനെ വിനായകനെ വിളിക്കുക. എടാ വിശ്വം വിനായക എഴുന്നേറ്റ് വാടാ. അങ്ങനെ കമലയുടെ അലറിവിളിയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ശ്രീജ ഉണർന്നിട്ട് പറഞ്ഞു, അല്ല അത് അമ്മയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അതെ എഴുന്നേറ്റ് വാ എന്നും പറഞ്ഞ് അവർ ഓടി വരുവാണ്. അങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച വിക്രമൊക്കെ താമസിക്കുന്ന പത്തായപ്പര കിടന്ന് കത്തുന്ന കാഴ്ചയാ. പെണ്ണ് പറഞ്ഞു, എടാ വിനായക വെള്ളം എടുത്ത് ഒഴിക്കടാന്ന് പറഞ്ഞുകൊണ്ട് അവര് ബക്കറ്റിനകത്തൊക്കെ വെള്ളം കോരി ഒഴിക്കുക, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴേക്കും അടുത്ത വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഓടിപ്പിടിച്ച് എഴുന്നേറ്റ് വന്നു. ബഹളവും കാർച്ചയെല്ലാം കേട്ടിട്ട്. ആ സമയം കമല പറഞ്ഞു, എൻ്റെ മക്കൾ അതിനകത്തുണ്ടെന്ന് തോന്നേ. എടാ വിനായക നീ ഒന്ന് കയറി നോക്കടാ, എന്താ സംഭവിച്ചെന്ന് നോക്ക. അങ്ങനെ അവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞു, അമ്മ ഇത് പൂട്ടിയിട്ടിരിക്കും, അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. കയറാൻ പറ്റുന്നില്ലെന്നോ? ദൈവമേ എൻ്റെ ഭഗവാനെ, ഇതെന്തൊക്കെയത്? ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് വരുന്നേ. വിക്രത്തെ കണ്ടു കഴിഞ്ഞപ്പം കമല പറഞ്ഞു, മോനെ നീ ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ വിക്രം കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ ആരെയും കണ്ടില്ല. അപ്പൊ വിക്രം തിരികെ വന്നതാ. ഓ ഞങ്ങൾ കരുതി നിങ്ങൾ ഇതിൻ്റെ അകത്തായിരിക്കുമെന്ന്. ഓ രക്ഷപ്പെട്ടു, ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. വിക്രം അങ്ങനെ നോക്കി, അല്ല വേദ എവിടെ? വേദയോ? അപ്പൊ വേദ നിന്റെ കൂടെ ഇല്ലേ? എൻ്റെ കൂടെ ഇല്ലമ്മേ. എൻ്റെ ഭഗവാനെ, എൻ്റെ വേദമോൾക്ക് ഇത് എന്ത് പറ്റി? എടാ വിക്രം, അങ്ങനെയാണെങ്കിൽ വേദ എൻ്റെ അകത്തായിരിക്കും. രക്ഷിക്കടാ, എൻ്റെ മോളെ രക്ഷിക്കടാ. പിന്നെ ഒന്നും നോക്കില്ല. വിക്രം പാഞ്ഞു വന്നു, പൂട്ടിയിട്ടേക്കായിരുന്നു. പെട്ടെന്ന് അതൊക്കെ ചവിട്ടി തുറന്ന് അകത്തേക്ക് പാഞ്ഞു കയറി ചെന്ന് നോക്കിയപ്പോൾ വേദ ആ കട്ടിലിൽ ഇങ്ങനെ ബോധം കിട്ടി കിടക്കുക. വേദാന്ന് വിളിച്ചു. പക്ഷെ വേദ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. വിക്രത്തിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ചുറ്റും ഇങ്ങനെ തീ ആളിപ്പടർന്നോണ്ടിരിക്കുക. പിന്നെ വിക്രം ഒന്നും നോക്കില്ല. വേദ തന്റെ കൈകളിൽ കോരിയെടുത്തു. തീക്കകത്തൂടെ പുറത്തേക്ക് ചാടി ഇറങ്ങി വരുന്നേ. വേദ ഇങ്ങനെ ബോധം കിട്ടി കിടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ കമലെ ശ്രീജയൊക്കെ അലറി വിളിക്കുവാണ്. എന്തേലും സംഭവിച്ചു പോയെന്ന് പോലും അവർക്ക് ഭയങ്കര ടെൻഷനായി. ഇതേ സമയം വാസവൻ ഫോണിനകത്ത് കാഴ്ചകളെ കാണുകയാണ്. ആ വീട് നിന്ന് കത്തുന്ന കാഴ്ച. അപ്പം ഗുണ്ടകളും ഉണ്ടായി ആ വീഡിയോ കാണിച്ചാണ്. അത് കണ്ടപ്പോൾ വാസവൻ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, കത്തി അമരട്ടെ അവിടെ നിന്ന്. അല്ല ഒരു സംശയം ചോദിച്ചിട്ടെ, അതെന്താ ആ വീടിന് മുഴുവൻ തീയിടാതെ ആ പത്തായപ്പൊരിക്ക് തീയിട്ടത്? അവനെയും കൂടെ കത്തിക്കണ്ടല്ലായിരുന്നോ? അവനെ എന്തിനാ പുറത്തിറക്കിയത്? അതോ അവൻ്റെ ഭാര്യ പച്ചയ്ക്കൊന്ന് കത്തുന്ന അവൻ കാണണം. അതിൻ്റെ വേദന എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. അവൻ്റെ ഉള്ളുരുകുന്ന എൻ്റെ മകൻ കിടന്ന് അനുഭവിക്കുമ്പോൾ ഞാൻ ഉള്ളുരുകുന്നില്ലേ, അതുപോലെ തന്നെ അവൻ്റെ നെഞ്ചുരുകുന്ന കാഴ്ച എനിക്ക് കാണണം. അല്ല ഇതിനി പിന്നെ പോലീസ് കേസ് മറ്റാവൂലേ? എന്താവാനായിട്ട്? ആ ശ്രീനിവാസിന് വേണ്ടിയിട്ട് ഗുണ്ടാപ്പണി ചെയ്യുന്നവനല്ലേ അവന്. അപ്പം അതിലേതൊരു ഒരുത്തന്മാർ കയറി പണി കൊടുത്താന്ന് വിചാരിച്ചോളൂ. അതിനുള്ള ആൾക്കാരെങ്കിലും വന്നോളൂ. അതോർത്ത് ഇനിയിപ്പം നമ്മൾ ഭയക്കണ്ട. അവന് ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലാൻ പോവാ. ഇതൊരു സാമ്പിൾ ഡോസ് മാത്രം. അവന് മാത്രമല്ല, അവൻ്റെ അമ്മായിച്ചനുണ്ടല്ലോ, ആ ജില്ലാ ജഡ്ജി, അയാൾക്കൂടെ വേണ്ടിയിട്ടുള്ള. ഇതറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ വെറുതെ ഇരിക്കുമോ? ഒരിക്കലും ഇല്ല. കളിയിന് നമ്മൾ കാണാൻ പോകുന്നുള്ളൂ. നമുക്ക് പുറത്ത് നിന്ന് കളി കണ്ടാൽ മതി. എൻ്റെ മകനെ ക്രൂരമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചേന്, എൻ്റെ ഗോഡൗണ് കത്തി നശിപ്പിച്ചേന്, അവനോട് പ്രതികാരം ചെയ്യണ്ടേ. അതേസമയം മാഷ് പുറത്തേക്ക് ഇറങ്ങി വന്ന് കത്തിക്കൊണ്ടിരുന്ന വീടിന് ഏകദേശമൊക്കെ ശമനമായിട്ടുണ്ടായിരുന്നു. വെള്ളമെല്ലാം ഒഴിച്ച് ഏകദേശം സെറ്റപ്പ് ചെയ്തായിരുന്നു. മാഷ് അത്തലേക്ക് നോക്കി നിൽക്കുമ്പോഴത്തേനും അടുത്ത വീട്ടിലെ ആൾക്കാർ വന്നു. എന്നാലും മാഷെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അപ്പത്തേനും ഒരാൾ പറഞ്ഞു, ഇതാരായിരിക്കും ചെയ്തിട്ടുണ്ടായിരിക്കാം? ചെയ്ത ആരായിരിക്കും? ഇഷ്ടംപോലെ ശത്രുക്കളുണ്ടല്ലോ വിക്രത്തിന്. അല്ല ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആരൊക്കെ എന്തൊക്കെയാ ഏതൊക്കെയാന്ന്. മാഷെ ഇപ്പൊ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെന്ന് ഓർത്തോണ്ട് എപ്പോഴും അങ്ങനെ രക്ഷപ്പെടണമെന്നൊന്നുമില്ല. വിക്രത്തെ തന്നെ വിളിച്ചു ചോദിച്ചു നോക്ക്, ആരാ അവൻ്റെ ലിസ്റ്റിലുള്ള ആരായിരിക്കും ഇത് ചെയ്തതെന്ന്. അവനോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. മാഷ് പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല, അത് തന്നെ ഭാഗ്യം. ഇനി ഇപ്പം നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോ. അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കാനൊന്നും പോകുന്നില്ല മാഷേ, ഞങ്ങൾ പോയേക്കുക. അതും പറഞ്ഞ് അവരങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അടുത്ത വീട്ടിലുള്ളവർ പോയി കഴിഞ്ഞപ്പോൾ
മാഷിൻ്റെ അടുത്തേക്ക് വിശ്വവും വിനായകനും വിക്രവും കൂടെ ഇറങ്ങി വന്നു. മാഷിനോട് വന്നിട്ട് വിനായകൻ ചോദിച്ചു, അല്ല കേസ് കൊടുക്കണ്ടേ? വിശ്വം പറഞ്ഞു, അത് ശരിയാ, കേസ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അവരൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കാനല്ലേ. കേസ് കൊടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും തോന്നുന്നുണ്ടോ? വിനായകൻ പറഞ്ഞു, മിക്കവാറും ഇത് വാസവനായിരിക്കും. അയാൾ എങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. ആ, അത് ശരിയാ. അയാളല്ലേ പറഞ്ഞത് ഇവിടെ നമ്മളെല്ലാവരും കത്തിക്കുന്നു, വീടിന് തീയിടുന്നൊക്കെ വെല്ലുവിളിച്ചിട്ട് പോയതല്ലേ? ഇത് വിശ്വം പറഞ്ഞു കേട്ടപ്പം വിക്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അയാളെ വെറുതെ വിടത്തില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. മാഷ് പറഞ്ഞു, അപ്പൊ ഇതും കൊണ്ടൊന്നും ഇവിടെ തീരില്ലല്ലേ? അപ്പൊ വീണ്ടും തുടങ്ങാൻ എന്തിയൊക്കെ ഭാവം? ഒരു കാര്യം ഉറപ്പായി, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലുള്ളവരെല്ലാരും കൂടെ കൂട്ടുകെട്ട് കത്തിക്കുള്ളൂ. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിനക്കിത് എന്തിന്റെ കേടാ വിക്രം? ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ലേ? മനുഷ്യന്റെ സവിശേഷ ബുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതില്ലാന്നിപ്പം മനസ്സിലായി. അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ആ ശ്രീകാര്യ ശ്രീനിവാസന് വേണ്ടി വെട്ടാനും കുത്താനും നടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം വിക്രം. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. നീ അല്ലെങ്കിലും നന്നാവാൻ പോകുന്നില്ല. ബാക്കിയുള്ളവരും കൂടെ കൊലക്ക് കൊടുക്കാൻ നീ തീരുമാനിച്ചിരിക്കുമല്ലേ? വിക്രം പറഞ്ഞു, അത് പിന്നെ അച്ഛാ വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ഇന്ന് തലനാഴിടയ്ക്ക് ആ കുട്ടി രക്ഷപ്പെട്ടെന്നോർത്ത് എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. അതും കൂടെ കേട്ടപ്പോൾ വിക്രത്തിന് നല്ല ടെൻഷനായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? സംഭവിക്കാനുള്ളത് സംഭവിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ കുറ്റപ്പെടുത്തലുകൾ നടത്തിയിട്ടൊന്നും കാര്യമില്ല. മാഷിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അതേസമയം വേദ എടുത്ത് ശ്രീജ ഇരിക്കുക. അങ്ങനെ ശ്രീജ വേദയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. വേദ അപ്പോഴും അതിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കമല അങ്ങോട്ടേക്ക് വന്നു. ഒരു ഓയിൽമെൻ്റൊക്കെ ആയിട്ടാ വന്നേ. അത് വിക്രത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, എടാ മോളുടെ ശരീരത്ത് പൊള്ളി പാടൊക്കെ ഉണ്ട്, അവിടെ ഇതൊന്ന് തേച്ചു കൊടുക്കുക. ആ പൊള്ളിയെടുത്ത് ഒക്കെ തേച്ചു കൊടുക്കാൻ പറയാം. വിക്രം വേദയോട് ചോദിച്ചു, അല്ല ഹോസ്പിറ്റലിൽ മറ്റോ പോകണം? വേണ്ട, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോവണ്ട എന്ന് വേദ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കമല പറഞ്ഞു, മോളെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലേ? എന്തെങ്കിലും ഉണ്ടേ പറ, ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോകാം. അപ്പോഴേക്കും നന്ദിനി അങ്ങോട്ടേക്ക് വന്നു. നന്ദിനി വന്നിട്ട് വിക്രത്തോട് ചോദിച്ചു, എടാ നീ എന്തിനാടാ ആ സമയത്ത് പുറത്തു പോയത്? വിക്രം ഒന്നും മിണ്ടിയില്ല. അല്ല നിന്നോടാ ചോദിച്ചേ. അല്ല മുറി പുറത്തുനിന്ന് നീ പൂട്ടിയിട്ട് നീ ആ സമയത്ത് എങ്ങോട്ട് പോയെന്ന്? വിക്രം ഒന്നും മിണ്ടായിരുന്നു. കഴിഞ്ഞപ്പം കമല പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം പറിച്ചിലും നടത്തിയിട്ട് കാര്യമില്ല. മോളെ നീ ഒരു കാര്യം ചെയ്യുക, നീ അകത്തെ മുറി പോയി കിടന്നോ. വേണ്ടമ്മേ, ഞാനിവിടെ ഇരുന്നോളാം. അല്ലെങ്കിലും കുറച്ചു കാലം ഞാൻ ഹാളിലായിരുന്നല്ലോ കിടന്നിരുന്നേ. ഞാനിവിടെ കിടക്കുവോ ഇരിക്കുവോ എന്തെങ്കിലും ചെയ്തോളാം. എനിക്ക് കിടക്കാനൊന്നും തോന്നുന്നില്ലമ്മേ, ഞാനിവിടെ ഇരുന്നോളാം. അപ്പോഴേക്കും കമല വിക്രത്തോട് പറഞ്ഞു, കണ്ടില്ലേ മോൾ ഇതുവരെയായിട്ട് അതിനകത്തൊന്നും മുക്തി പോലും നേടിയിട്ടില്ല, മോള് വിഷമിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വേദയുടെ തലയിലേക്ക് ഇങ്ങനെ തലോടുക. അത് കണ്ടപ്പോൾ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. നന്ദിനി അന്ന് നോക്കിയിട്ട് രൂക്ഷമായിട്ട് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് പോയി. കമല പറഞ്ഞു, എന്നാൽ മോള് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ് കമലയും ശ്രീജ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി. ആ സമയത്ത് വേദ വിക്രത്തിനെ ഒന്ന് നോക്കി. അതേസമയം നന്ദിനി മുറി ഭയങ്കര ആലോചന. അപ്പോഴേക്കും വിനായകൻ കയറി വന്നു. വിനായകൻ വന്നിട്ട് ചോദിച്ചു, എന്താ നന്ദിനി നീ ഭയങ്കര ആലോചനയിലാണല്ലോ? എന്താ എന്താ വിനയേട്ടാ, എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു പ്രശ്നം ഇവിടെ നടന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കണ്ടേ? എടി അതിന് നീ ഇത്ര ആലോചിക്കണേ എന്തിനാ? എന്തിനാന്നോ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതെങ്ങനെ സംഭവിച്ചു? എങ്ങനെ? അല്ല ആ മുറിക്ക് മാത്രം തീ കത്തിയത്, ബാക്കി വീടിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ല ഒരു കാര്യം വിനയേട്ടൻ ആലോചിച്ചോ, വിക്രം ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. വിക്രത്തോട് ചോദിച്ചു കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞ ഗേറ്റിൻ്റെ അവിടെ ആരൊക്കെയോ വന്നു, ബൈക്കിന് വന്നു, വിക്രം ആ പുറകെ പോയെന്നാ പറയണേ. അല്ല അങ്ങനെ പോകുന്ന വിക്രം എന്തിനാ പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ട് പോയത്? അല്ല അത് പിന്നെ വിനായകൻ ഉത്തരം മുട്ടി. അതാ ഞാൻ പറഞ്ഞ, എനിക്ക് തോന്നുന്നത് വിക്രം മനഃപൂർവ്വം ചെയ്യാൻ ശ്രമിച്ചാന്നാ. വിക്രം ഇറങ്ങി പോയ സമയത്ത് തന്നെ ആക്രമികൾ വരുന്നു, ആ മുറിക്ക് തീയിടുന്നു, എന്നിട്ട് പോകുന്നു. നമ്മളെല്ലാവരും കൂടെ കൂടി ആ തീ അണയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് വിക്രം വരുന്നു, ഒന്നും അറിയത്തില്ലാത്ത മട്ടില്. അപ്പൊ ഇതിന്റെ പിന്നെ വിക്രമില്ലേ? അവനെന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? അതെ, വേദയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിക്രം മനഃപൂർവ്വം ചെയ്താണോ? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അങ്ങനെയാന്ന് എനിക്ക് തോന്നേ. എടി ഇതെങ്ങാനും അവൻ കേട്ടാലുണ്ടല്ലോ, നിന്നെ അവൻ പച്ചയ്ക്ക് കത്തിക്കും. അല്ല വിനയേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം സത്യമല്ലേ? ഇതെങ്ങാനും ആ ജില്ലാ ജഡ്ജിയുടെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാലോ, തൻ്റെ മകളെ മുറിക്കകത്ത് ഇട്ട് തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞുകൊണ്ട് അവർ കൊണ്ട് കേസ് കൊടുക്കില്ലേ? എടി നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട നന്ദിനി, അത് ആരോഗ്യത്തിന് അത്ര ശരിയല്ല. എന്നാലും വിനയേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ പിന്നെ ആ കൃത്യസമയത്ത് വിക്രം അങ്ങോട്ടേക്ക് തിരികെ വരേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ പിന്നെ വേറൊരു ചാൻസ് കാണുന്ന അച്ഛനായിരിക്കും ഇത് ചെയ്തേ. അച്ഛനോ? നിനക്കെന്തായിട്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അല്ല അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് പറയൂലോ മുറിക്ക് തീയിടുമെന്ന്. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. എടി അച്ഛൻ അവർ മുറിക്കകത്തുള്ളപ്പോൾ അങ്ങനെ തീയിടും നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, അച്ഛൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ മുറി പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുന്നു. അപ്പം മുറിക്കകത്ത് ആരും കാണില്ലെന്ന് വിചാരിച്ചു.
ഒരു പക്ഷേങ്കില് അപ്പോഴച്ഛന് തോന്നിയതായിരിക്കും അങ്ങ് തീ ഇട്ടേക്കാന്ന്. ദേ ഒരെണ്ണം ഇട്ട് തന്നാണ്ടല്ലോ. എടി അച്ഛൻ അങ്ങനെ ചെയ്യുന്നു പറയുന്നോർത്തുണ്ട് അച്ഛൻ അങ്ങനെ തീയിടും നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാനും. അല്ല അപ്പൊ പിന്നെ എങ്ങനെയാ വിനയേട്ട അത് സംഭവിച്ചിരിക്കുന്നത്? എന്തോ ഒരു തിരിമറി നടന്നിട്ടുണ്ട്. വേദയുടെ ശല്യം ഇല്ലാതാക്കാൻ വിക്രം ചെയ്താന്നാ എന്റെ മനസ്സിൽ പറയണേ. എന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിനയേട്ടനോട് പറയും. വിനയേട്ട ഒന്ന് കേൾക്കാൻ തയ്യാറല്ല. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഉണ്ടല്ലോ നിന്നെ ഇവിടുന്ന് എല്ലാരും കൂടി ഓടിക്കും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ നന്ദിനി? ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? നീ കൂടുതൽ ഡിറ്റക്റ്റീവ് കളിക്കൊന്നും വേണ്ട. അടങ്ങി ഒതുങ്ങി എവിടെയെങ്കിലും ഇരുന്നാൽ മതി. നിന്റെ മനസ്സിലുള്ള സംശയങ്ങള് നീ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ചെല്ലല്ല. നിന്റെ കാരണത്തിൽ ചിലപ്പോൾ അടി വീഴും. പറഞ്ഞ കേട്ടല്ലോ. അടങ്ങി ഒതുങ്ങി വല്ലയിടത്ത് ഇരിക്കുക. അതും പറഞ്ഞിട്ട് വിനായകൻ ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയി. നന്ദിനി ഇങ്ങനെ ആലോചിച്ചു, എന്നാലും ഇത് എങ്ങനെ സംഭവിച്ചു? കണ്ടുപിടിക്കണം എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേദ വിക്രത്തിന്റെ കയ്യിലെ ആ പൊള്ളലൊക്കെ ഉണ്ട്. പെട്ടെന്ന് വേദ തന്റെ കയ്യിൽ നിന്ന് ഓയിൽമെന്റ് വിക്രത്തിന്റെ കയ്യിലേക്ക് പുരട്ടി കൊടുക്കുക. ഇത് വിക്രം ഇവിടെയൊക്കെ പൊള്ളിയിട്ടുണ്ടല്ലോ. അതൊന്നും സാരമില്ല, നിനക്കൊന്നും സംഭവിച്ചില്ലോ, അത് തന്നെ ഭാഗ്യം. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലാകാത്ത. എന്നെ മനഃപൂർവ്വം ഇവിടുന്ന് മാറ്റിയിട്ട് ആ മാതിരി വീടിന് തീയിട്ട. അല്ലെങ്കിലും ഞാൻ എന്ത് മന്ദവത്തിയാ. ഏതെങ്കിലും ഒരുത്തൻ ഗേറ്റ് വന്ന് നിൽക്കുമ്പോൾ ഞാൻ ആ പിന്നാലെ പോകാൻ പാടില്ലായിരുന്നു. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. അത് സാരമില്ല വിക്രം, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞാലോ. ആ വാസവനായിരിക്കും ഇതിന് പിന്നിൽ. അവൻ ഇങ്ങനത്തെ ദുഷ്ടതകൾ കാണിക്കുള്ളൂ. വേദ ചോദിച്ചു, അല്ല അയാൾ കാണിച്ചാലും നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് വിക്രം ചാടി എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ വേദ പറഞ്ഞു, അവിടെ ഇരിക്കും വിക്രം. വിക്രം എങ്ങോട്ടാ പോണേ? ഈ രാത്രി പോയി പ്രതികാരം ചെയ്യണം. അതെ, ഈ കുടുംബം അനുഭവിച്ച വേദനയും വിഷമം എന്താണെന്ന് അയാൾ അറിയണം. അയാളും അനുഭവിക്കണം ആ വേദനയും വിഷമവും. ഇതേ രീതിയിൽ തന്നെ അനുഭവിക്കണം. വേദ ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ അയാളുടെ ഭാര്യയും മകളെ കണ്ടതാണല്ലോ. അവർക്ക് അയാൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലും പങ്കില്ല. അവര് വെറും പാവങ്ങൾ തന്നെയാ. അപ്പം അങ്ങനെയുള്ള അവരെ വിക്രം പോയി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും പൊറുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഞാനിതെന്താ വെറുതെ വരണമെന്നാണ് നീ പറയണേ? വെറുതെ വരണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. തെറ്റ് ചെയ്ത വാസവനാണെങ്കിൽ അയാൾക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. പിന്നെ അയാളാന്ന് ഉറപ്പില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിക്കൂടെ? ഇല്ല വേദ, അങ്ങനെ ആരെങ്കിലും എനിക്ക് വേറെ ആരെങ്കിലും ഇത് ചെയ്യാൻ ധൈര്യപ്പെടില്ല. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാസവൻ തന്നെയായിരിക്കും. അങ്ങനെയാണ് കാത്തിരിക്കണം, അതിന് പറ്റിയൊരു അവസരം വരും. ഓഹോ, അപ്പൊ കാത്തിരിക്കാനായിട്ടോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല വേദ. ഇപ്പൊ തന്നെ എനിക്ക് ചെന്ന് പ്രതികാരം ചെയ്യണം. ഇതേ വിക്രത്തിന്റെ ഈഗോ ഇതിന് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നേ. വിക്രം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിപ്പോ തിരികെ ചെന്ന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ തനിക്കെന്തോ നഷ്ടം ഉണ്ടാകുന്ന പോലെ വിക്രത്തിന് പറച്ചില്. അങ്ങനെയല്ല, ഇപ്പൊ ഈ വീട് ആകെപ്പാട് ഉലഞ്ഞിരിക്കുന്ന ദിവസമായിരുന്നു. ഈ സമയത്ത് വിക്രം കൂടെ പോയി എന്തെങ്കിലും ചെയ്ത് വിക്രത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാലോ ഈ കുടുംബത്തിലുള്ളവർക്ക് സന്തോഷ സമാധാനം ഉണ്ടാവുമോ? ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അച്ഛനും അമ്മയും പുറത്തൊന്നും ഇല്ലെന്നുള്ളൂ. അവരുടെ നെഞ്ചിന് വീങ്ങിക്കൊണ്ടിരിക്കുക. അവരുടെ വേദനയും വിഷമവും നമ്മൾ കണ്ടിൽ നടിക്കാൻ പാടില്ല വിക്രം. അതാ ഞാൻ പറഞ്ഞേ, വിക്രത്തിന്റെ എടുത്തുചാട്ടം എല്ലാത്തിനും കാരണം. എടുത്തുചാടി ഒരു തീരുമാനങ്ങളും എടുക്കരുത്. സമാധാനം ആലോചിച്ചിട്ട് വേണം. വിക്രം പറഞ്ഞു, അത് ശരിയാ. ഒരു പക്ഷെ ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്മാരുടെ പിന്നാലെ പോകത്തില്ലായിരുന്നു, ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. അതാ പറഞ്ഞത്, ഇനി അങ്ങനെ എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. വാസു ഇനി പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി കാത്തിരിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു സമയം വരും. അങ്ങനെ സമയം കിട്ടുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. നമ്മൾ അനുഭവിച്ച വേദന എന്താന്ന് അയാളും അറിയണം. പിന്നെ ഇതിന്റെ പിന്നാലെ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അയാൾ പറയും ഞാനല്ല ചെയ്തതെന്ന്. അയാൾ കൈയൊഴിഞ്ഞ് മാറി നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിക്രത്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ ബോധ്യമായി. വേദ പറഞ്ഞത് വിക്രത്തിന്റെ കയ്യിലേക്ക് കയറി വേദ പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട വിക്രം, എടുത്ത് ചാടിയൊന്നും ചെയ്യണ്ട, ഇവിടെ ഇരിക്കുക. അങ്ങനെ വിക്രത്തെ അവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വേദ പിടിച്ചെടുത്തുക. വേദയ്ക്കറിയാം ഇപ്പൊ എടുത്തിയാടിപ്പോയി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നാശത്തിലേ കലാശിക്കുള്ളൂ. അവന്മാർ നോക്കിയിരിക്കുമായിരിക്കും വിക്രം പ്രതികാരം ചെയ്യാൻ വരുന്നേം കാത്ത്. അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയും ചെയ്യും. ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന എപ്പോഴും നല്ലത്. ഇപ്പോഴങ്ങനെ ഇതിന്റെ പേരിൽ എടുത്ത് ചാടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. അങ്ങനെ വിക്രത്തെ സമാധാനിപ്പിക്കുമോ വേദ. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.